ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് ഫേസസ്. യൂഷ്വലി കമ്പൈലറിൻ്റെ ഫേസസിന് നമുക്ക് 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അനാലിസിസ് ഫേസസും സിന്തസിസ് ഫേസസും. സോ അനാലിസിസ് ഫേസസ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലെക്സിക്കൽ, സിൻടാക്സ്, സിമാൻറ്റിക് ആൻഡ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ആദ്യത്തെ 4 ഫേസസ് ആണ് നമുക്ക് അനാലിസിസ് ഫേസസിൽ വരുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ പാർട്സിനും ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അവരെ കുറച്ചുകൂടി സ്ട്രക്ചറൈസ്ഡ് ആയിട്ട് അടുത്ത ഫേസിലോട്ട് വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും സിൻടാക്സ് വെച്ചിട്ട് ഇഫ് ദേ ആർ നോട്ട് കറക്റ്റ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഇതിൽ എറർ ഉണ്ട്, ഇത് സിൻടാക്ട് വൈസും സിമാൻറ്റിക്കലിയും അത് കറക്റ്റ് അല്ല എന്നുള്ളതിൻ്റെ മെസ്സേജ് പ്രൊവൈഡ് ചെയ്യാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. സോ ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? നമുക്ക് തന്നേക്കുന്ന സോഴ്സ് പ്രോഗ്രാമിന് അത് കറക്റ്റാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിന് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അനാലിസിസ് ഫേസസിൽ വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ടേം കൂടിയുണ്ട്, സിമ്പിൾ ടേബിൾ. സിമ്പിൾ ടേബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവർ ബേസിക്കലി ഈ സിന്തസിസ് ഫേസിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ, സോഴ്സ് പ്രോഗ്രാമിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ജനറേറ്റ് ചെയ്യുകയാണ് അനാലിസിസ് ഫേസിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതിനെ നമ്മൾ സിന്തസിസ് ഫേസിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ സിന്തസിസ് ഫേസിൽ എന്തൊക്കെയാണ് വരുന്നത്? കോഡ് ഒപ്റ്റിമൈസേഷനും കോഡ് ജനറേഷനും. സോ കോഡ് ഒപ്റ്റിമൈസേഷനും കോഡ് ജനറേഷനിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ സിമ്പിൾ ടേബിൾ നമുക്കുണ്ടായിരുന്നു. നമുക്ക് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സോഴ്സ് പ്രോഗ്രാമിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. അതിനെ നമ്മൾ ടാർഗറ്റ് മെഷീൻ കോഡിനോട് അടുത്തുള്ള ഒരു സെക്ഷനായിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആയിട്ട് ഇനീഷ്യലി നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന അതിന് പൂർണ്ണമായിട്ടും ടാർഗറ്റ് ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് നമ്മളുടെ പാർട്ട് 2 നടക്കുന്നത്. Now there are certain compiler writing tools. So compiler writing tools എന്ന് പറയുമ്പോൾ ബേസിക്കലി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൂൾസ് ആണ് നമുക്കുള്ളത്. സോ അതിന് നമുക്ക് ഇത്രയും എക്സാമ്പിൾസ് ഉണ്ട്. സോ ഇവരുടെ ഇൻപുട്ടും ഇവരുടെ ഔട്ട്പുട്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക. എനിക്കറിയാം ഇതെല്ലാം ചിലപ്പോൾ തലയിൽ നിൽക്കണം എന്നില്ല. നിങ്ങൾക്ക് തലയിൽ നിൽക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കാം. പാഴ്സ് ജനറേറ്റർ, ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ്, അതിൻ്റെ ഇൻപുട്ട് എന്തായിരിക്കും? ഗ്രാമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോഴ്സ് ലാംഗ്വേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മളുടെ ഫസ്റ്റ് ഇതിൽ കൊടുക്കുന്നത്. അതായത് പാഴ്സ് ജനറേറ്ററിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. ഔട്ട്പുട്ടിൽ കിട്ടുന്ന എന്താണ്? സിൻടാക്സ് അനലൈസർ അല്ലെങ്കിൽ അനാലിസിസിനെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ഈ ഒരു ഗ്രാമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷനെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനെ അവർ പ്രോസസ്സ് ചെയ്ത് സിൻടാക്സ് വൈസ് അതിനെ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വൺ ഓഫ് ദി ഈസിയർ ഫേസ് ടു ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇനീഷ്യൽ ഫേസും ലെക്സിക്കൽ അനാലിസിസും കഴിഞ്ഞ് സിൻടാക്സ് അനാലിസിസിൻ്റെ ആ ഒരു അവിടം വരെ എത്തിക്കുകയാണ് പാഴ്സ് ജനറേറ്റേഴ്സ് ചെയ്യുന്നത്. സ്കാനർ ജനറേറ്റർ റെഗുലർ എക്സ്പ്രഷനാണ് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ടോക്കൺസിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ എടുക്കുന്നു. ലെക്സിക്കൽ അനാലിസിസിൻ്റെ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ടോക്കൺസ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ടായിട്ടായിരിക്കും കൊടുക്കുക. സോ ബേസിക്കലി ലെക്സിക്കൽ അനലൈസറിൻ്റെ ജനറേഷൻ ആയിരിക്കും ഈ ഒരു സ്കാനർ ജനറേറ്റേഴ്സ് ചെയ്യുന്നത് എന്നുള്ളത്. സിൻടാക്സ് ഡിറക്റ്റഡ് ട്രാൻസ്ലേഷൻ എൻജിൻസ്, പാഴ്സ് ട്രീന് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും. ഇൻ്റർമീഡിയറ്റ് കോഡിനെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്യും. സോ എഗെയിൻ നമ്മൾ ആ ഒരു ഫേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ പാഴ്സ് ട്രീനെ കൊടുക്കുന്നു. അതിനെ നമ്മൾ 3 അഡ്രസ് കോഡായിട്ട് നമ്മൾ ഇതിനെ ജനറേറ്റ് ചെയ്ത് നമ്മളെ ഔട്ട്പുട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സിൻടാക്സ് ഡിറക്റ്റഡ് ട്രാൻസ്ലേഷൻ എൻജിൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്ററിന് ഇൻ്റർമീഡിയറ്റ് കോഡ് കൊടുത്ത് നമ്മൾ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റേഴ്സ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് റൂൾസ് കാണും. എങ്ങനെയാണ് ഒരു ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജിൻ്റെ ഒരു ഓപ്പറേഷനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് ചെയ്യുന്നതിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് കാണും. അത് പല രീതിക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടും സാധിക്കും. ഡേറ്റ ഫ്ലോ അനാലിസിസ് എൻജിൻ ബേസിക്കലി ഡേറ്റ ഫ്ലോ അല്ലെങ്കിൽ വാല്യൂസിൻ്റെ ട്രാൻസ്മിഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും അതിനെപ്പറ്റി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുമായിട്ടുള്ള ഒരു ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു കമ്പൈലേഷൻ ടൂളാണ്. അത് കോഡ് ഒപ്റ്റിമൈസേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അടുത്ത് നമ്മൾ കമ്പൈലർ ഡിസൈനിങ്ങിൽ നോക്കാൻ പോകുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ കമ്പൈലർ എന്ന് പറയുന്നത് അതിൻ്റെ സ്വന്തം സോഴ്സ് കോഡിനെ കമ്പൈൽ ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് കൊണ്ട് ചെയ്യുന്നത്. നമുക്കൊരു കമ്പൈലർ ഉണ്ടാവും, ആ ഒരു കമ്പൈലിംഗ് ഇറ്റ്സ് ഓൺ കോഡ് എന്നുള്ളതാണ് ബൂട്ട് സ്ട്രാപ്പ് കമ്പൈലർ കൊണ്ട് അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്നുള്ള പ്രോസസ്സ് കൊണ്ട് നമ്മളിവിടെ എയിം ചെയ്യുന്നത്. ഒരു കമ്പൈലറെ നമുക്ക് 3 രീതിക്ക് ക്യാരക്ടറൈസ് ചെയ്യാം: സോഴ്സ് ലാംഗ്വേജ്, ടാർഗറ്റ് ലാംഗ്വേജ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ്. ലെറ്റ് us ജസ്റ്റ് ടേക്ക് എൻ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കമ്പൈലർ ഉണ്ട്. ഓക്കെ, എനിക്ക് ആ ഒരു കമ്പൈലറിൻ്റെ സോഴ്സ്, എനിക്കിപ്പോൾ ഒരു സി കമ്പൈലറാണെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഒരു സി കമ്പൈലറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പാസ്കലായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സി ആയിരിക്കും. അപ്പം അതിനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഒരു ടി ഫോമാറ്റിലാണ്. അപ്പം ഇവിടെ എൻ്റെ സോഴ്സ് ലാംഗ്വേജ് ആയിരിക്കും, ഇവിടെ എൻ്റെ ടാർഗറ്റ് ആയിരിക്കും, ഇവിടെ എൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്കൊരു സി കമ്പൈലറാണ്. സി കമ്പൈലർ എന്ന് പറയുന്നത് എൻ്റെ ടാർഗറ്റ് ലാംഗ്വേജ് ആണ്, എൻ്റെ സി എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നത്. സോ ഈ ഒരു സംഭവത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് ലാംഗ്വേജ് സി ആണ്, എൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പാസ്കലാണ് ആൻഡ് എൻ്റെ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് സി ആണ്. സോ ഇങ്ങനെയായിരിക്കും ഞാൻ എൻ്റെ ആ ഒരു കമ്പൈലറിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾക്കിവിടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ്? വി നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ ലാംഗ്വേജ് എൽ ഫോർ മെഷീൻ എ. ഇപ്പോൾ ഈ ഒരു മെഷീൻ എയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെഷീൻ എ ഇറ്റ് ആക്സെപ്റ്റ്സ് ലാംഗ്വേജ് എ. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു മെഷീൻ എ ഉണ്ട്, ആ മെഷീനെ ലാംഗ്വേജ് എ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ ഈ ഒരു മെഷീന് ലാംഗ്വേജ് എല്ലും കൂടെ അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കമ്പൈലർ ലാംഗ്വേജ് എയിൽ വർക്ക് ചെയ്യും, ലാംഗ്വേജ് എല്ലിലും കൂടി ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കണം. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ഒരു ലാംഗ്വേജ് എല്ല് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മെഷീൻ എ അക്സെപ്റ്റ് ചെയ്യണം. മെഷീൻ എ യൂഷ്വലി യൂസ് ചെയ്യുന്നത് എൻ്റെ ലാംഗ്വേജ് എ ആണ്. സോ നമ്മളുടെ ഔട്ട്പുട്ട് ഇതാണ്. ഇനിയിപ്പോൾ നമ്മളുടെ ഇൻപുട്ട് എന്താണ്? നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എൻ്റെ ലാംഗ്വേജ് എൽ. ഓക്കെ, എൻ്റെ ലാംഗ്വേജ് എല്ലിന് എൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ സബ്സെറ്റ് എസ്. ഓക്കെ, ആൻഡ് ടു ദ മെഷീൻ എ. ഇതാണ് എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ വി ആർ ഹാവിങ് എ കമ്പൈലർ ഫോർ ലാംഗ്വേജ് എൽ റിട്ടൺ വിത്ത് എ സബ്സെറ്റ് ഓഫ് എൽ സോ ദാറ്റ് എ ക്യാൻ അക്സെപ്റ്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? ഇനി നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എൽ എ എസ് ഉണ്ട്. നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? എൽ എ എ ഉണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ഐ നീഡ് ടു ബ്രിങ് ഇൻ എ തേർഡ് പേഴ്സൺ, എ തേർഡ് കമ്പൈലർ സോ ദാറ്റ് വി ക്യാൻ ക്രിയേറ്റ് എ ബൂട്ട് സ്ട്രാപ്പ് കമ്പൈലർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണെങ്കിലും എൻ്റെ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ എം റൈറ്റിംഗ് ദിസ് ഫോർ മൈ മെഷീൻ എ. അപ്പോൾ എ അക്സെപ്റ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് എ ആണ്. ഇനി അടുത്ത സോഴ്സും എൻ്റെ ടാർഗറ്റും ഞാൻ കണ്ടുപിടിക്കണം. സോ സോഴ്സും ടാർഗറ്റും എന്താണ്? ഈ സെയിം സംഭവം തന്നെയാണ്, വിച്ച് മീൻസ് എസ് ഗിവ്സ് ഹിയർ ആൻഡ് എ ഗിവ്സ് ഹിയർ. അപ്പം എസ് എ ആയിരിക്കും എൻ്റെ ഇൻ്റർമീഡിയറ്റ്, റൈറ്റ്? എസ് എ ആയിരിക്കും ഇൻ്റർമീഡിയറ്റ്. സോ in order to obtain a language for my machine A which accepts a language A, I need to create a compiler, or intermediate compiler which is S, അല്ലേ? ഒരു സബ്സെറ്റ്, നമ്മളുടെ എല്ലിൻ്റെ സബ്സെറ്റ് ആണ് which runs on A for the machine A. ഓക്കെ, ഇവിടെ നമ്മൾ എല്ലിനെ എസ് കൊണ്ട് എയിലോട്ട് നമ്മളൊരു ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാണ് നമ്മളിതിനെ ഔട്ട്പുട്ടിൽ ഈ ഒരു ടേമിനെ എനിക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിനാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ മെഷീൻ എക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് എ ഉള്ളൂ, അപ്പം അത് വേറൊരു എൽ ലാംഗ്വേജോട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആക്കുകയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് ചെയ്യുന്നത്. ഒരു ഡിഫറെൻറ്റ് മെഷീൻ ബിയുടെ കാര്യം നമ്മൾക്കിവിടെ താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മൾ ഔട്ട്പുട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് മൈ ഔട്ട്പുട്ട്. എൻ്റെ ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ എൽ ബി ആണ് എൻ്റെ ഇൻപുട്ട് വരുന്നത്. എഗെയിൻ എൽ ആൻഡ് ബി. ഓൾറെഡി നമ്മൾ ഈ ഒരു എല്ലിനെ എയിൽ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു കമ്പൈലർ നമ്മളിവിടെ ഡ്രോ ചെയ്തുണ്ടാക്കിയില്ലേ, അതിനെ നമ്മൾ ഇങ്ങോട്ട് ആഡ് ഓൺ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾക്ക് ഈ ഒരു എൽ എന്നുള്ള ലാംഗ്വേജ് എയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ റീറൈറ്റ് ചെയ്ത് ഇതിനെ ബിയിലും അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാം. സോ നമ്മൾ എ ആൻഡ് ബി രണ്ട് മെഷീൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡയഗ്രം നിങ്ങൾക്ക് ബൈഹാർട്ടാക്കി പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇറ്റ് ഈസ് ബെറ്റർ യു സ്റ്റഡി ദി അതർ വൺ വിച്ച് ഇസ് ഗിവൺ അബവ്. അല്ലാന്നുണ്ടെങ്കിൽ പല ഡയഗ്രംസ് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നതാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ക്രോസ് കമ്പൈലറാണ്. ക്രോസ് കമ്പൈലർ എന്ന് പറയുന്നത് ദി ലാംഗ്വേജ് എൽ ഇറ്റ് റൺസ് ഓൺ മെഷീൻ A and it can provide the code for machine B.
അപ്പോൾ ഇവിടെ രണ്ട് മെഷീൻസെ ഇൻ്റർലിങ്ക് ചെയ്യാൻ പറ്റുന്നൊരു കമ്പൈലറാണ് ക്രോസ് കമ്പൈലേഷൻ. സോ അതാണ് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കാണാനായിട്ട് സാധിക്കുന്നത്.